വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൈരളി ന്യൂസ് ഇന്ന് മോർണിംഗ് റൗണ്ടപ്പിൽ കടക്കുന്നത്. KPCC ഫണ്ട് വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. KPCC ഫണ്ടിൽ എത്ര കിട്ടി എന്നതിനെ ചൊല്ലി കെ സുധാകരനും VD സതീശനും തമ്മിൽ തർക്കം. 137 രൂപ ചലഞ്ചിൽ പിരിച്ചെടുത്തത് എത്രയെന്ന് സുധാകരനോട് സതീശൻ. പിരിച്ചെടുത്ത തുകയുടെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്ന് സമ്മതിച്ച് കെ സുധാകരൻ. കണക്കിലെ അവ്യക്തതയെ ചൊല്ലി ഇരുവരും തർക്കിക്കുന്ന സംഭാഷണം കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. ആകെ തുകയിൽ നിന്ന് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ മെമ്പർഷിപ്പിൽ വരവ് ചേർക്കും അല്ലേ? പദവി അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ല പ്രസിഡന്റ് അതല്ല ഇതിപ്പോ ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവണ്ടേ? നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞത്. ഇപ്പൊ അതിപ്പോ മറ്റേ ട്രഷറ് പൈസ എടുക്കുന്നുണ്ടോ എന്നാണ് ആരെങ്കിലും പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ. അല്ല അങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് പൈസ വരുന്നതിന്റെ കൃത്യമായ കണക്കെടുത്ത മീറ്റിങ്ങിൽ വെക്കണം. അത് വെക്കാം. 12 മീറ്റിങ്ങിൽ വെക്കാം. ഇതിപ്പോ എല്ലാ GCC പ്രസിഡന്റുമാരും നമ്മളോട് CCCയിൽ വന്ന മൊത്തം വരുമാനവും ചെലവും ചെലവ് കണക്ക് 12-ാം തീയതി മീറ്റിങ്ങിൽ വെക്കാം. അല്ല ഇപ്പൊ ഇതിപ്പോ എത്ര രൂപ കിട്ടി? ഇത് മറ്റേ 137 എത്ര രൂപ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ടോട്ടൽ? അങ്ങനെ പറയരുത്. അങ്ങനെയല്ല ട്രഷറർ പറയേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. 137 നമുക്ക് എത്ര രൂപ അത് നിങ്ങൾക്ക് ഇതുവരെ കണക്കില്ലെങ്കിൽ വെരി സോറി ടു സേ നിങ്ങൾക്ക് പൈസ ഒന്നും കൂടെ പറഞ്ഞു. 1,80,00,000 രൂപ. എനിക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിൽ കണക്കാക്കി പറഞ്ഞതാ. ഈ ഫിഗർ 4 കോടി അപ്പൊ 12-ാം തീയതി വളരെ ഇതിനകത്ത് മറ്റേ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയില അതിന്റെ കണക്ക് എടുത്തിട്ടില്ല. കയ്യിലുണ്ട്, ഇന്ന് എടുത്തിട്ടില്ല. അത് 12-ാം തീയതി തരാം. അല്ല ഇതിപ്പോ ഇങ്ങനെ കണക്ക് പറഞ്ഞിട്ട് വരുന്ന കരുതിയില്ലല്ലോ. അത് അടുത്ത മീറ്റിംഗിൽ വെക്കാം. മൊത്തം ഇതുവരെയുള്ള ബാങ്ക് വഴിയാണ്, എല്ലാം ബാങ്ക് വഴിയാണ്. എല്ലാം ബാങ്ക് വഴിയാണ്. വരവ് ചെലവ് കണക്ക് മൊത്തം നമുക്ക് 12-ാം തീയതി. എന്റെ KPC പ്രസിഡന്റ് ഇത് വരവ് ചെലവ് കണക്കിന്റെ അല്ല പ്രശ്നം. നമ്മൾ വീണ്ടും 138 കൊണ്ടുവരികയാണ്. ആ 138 കൊണ്ടുവരുമ്പോ കുറെ പേര് പറഞ്ഞു ഞങ്ങൾ ഇത്രയും രൂപ അയച്ചു. KPCC പറയണം അത് വെറുതെ പറയുന്നതാണ്, അത്രയും പൈസ അയച്ചിട്ടില്ല. ഈ DCC പ്രസിഡന്റുമാര് 14 പേരും കൂടി പറയുന്ന പൈസ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത്രയും പൈസ KPCC വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നിവിടെ ഇപ്പൊ കണക്കിങ്ങനെ പറയേണ്ടി വരും എന്ന് കരുതിയിട്ടല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് അതിന്റെ എല്ലാ കറക്റ്റ് കണക്ക് നിങ്ങൾ DCC പ്രസിഡന്റ്മാര് പറയുന്ന ഫിഗർ അടക്കമുള്ള പൈസയുടെ കണക്ക് ഒരു കണക്കും പറയണ്ട ഒന്നും പറയണ്ട. പക്ഷെ 138 നടത്തുമ്പോ ഈ കൺഫ്യൂഷൻ ഇല്ലായിരുന്നാ മതി. ഒരാളെയും അങ്ങനെ പൈസയുടെ കാര്യത്തിൽ ഇഷ്യൂ ഉണ്ടാകുന്നതല്ലത്. പൈസ എല്ലാ വിഷയമായതുകൊണ്ട് 138 നടത്തുമ്പോ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയാൽ മതി. ഒരു കണക്കും വെക്കണമെന്നില്ല, ഒരു കണക്കും വെക്കണ്ട. നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ തവണയാണ് നമ്മൾ ഈ 138 തലന്റ് നമ്മൾ ആരംഭിച്ചത്. അതിന്റെ സിസ്റ്റം നമ്മൾ ആദ്യമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനകത്ത് പരിചയക്കുറവും നമുക്ക് അതിനെക്കുറിച്ച് അതിന് വരാൻ പോകുന്ന ഭവിഷ്യത്തും അറിയാത്തത് കൊണ്ട് അങ്ങനെ അബദ്ധം വന്നു. അത് തിരുത്താൻ സമയമെടുത്തു. ആ സമയമെടുത്തതൊക്കെ അതിന്റെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന്റെ ആവർത്തനം എന്തിനാ? തിരുത്താനല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തിരുത്തിട്ട് തന്നെ അടുത്ത പ്രാവശ്യത്തെ പോകുന്നത് വളരെ ശാസ്ത്രീയമായി സയന്റിഫിക്കായി നമ്മൾ ചെയ്യും. അത് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട സംഭാഷണമാണ്. KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ 137 ചലഞ്ച്, അന്ന് കോൺഗ്രസിന്റെ 137-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഫണ്ട് പിരിവ് വളരെ ആഘോഷത്തോടെ അവർ നടത്തിയതാണ്. പക്ഷേ ആ ഫണ്ട് പിരിവിൽ വളരെ സുതാര്യത കുറയുന്നു, അല്ലെങ്കിൽ ഒരുപാട് അവ്യക്തതകൾ, ദുരൂഹതകൾ നിൽക്കുന്നു എന്നാണ് ആ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര രൂപ പിരിഞ്ഞു കിട്ടിയെന്നോ എത്ര രൂപ ചെലവഴിച്ചെന്നോ ഏത് വഴിക്ക് പോയെന്നോ KPCC അധ്യക്ഷന് വ്യക്തമാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം. അങ്ങനെ നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വ്യക്തതയില്ല എന്ന് കേട്ടിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടതാണ്. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. PV കുട്ടൻ കൂടി കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ് സമഗ്രമായ വിവരങ്ങളുമായി വാർത്തയുടെ. കുട്ടൻ, സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ആർക്കെങ്കിലും ബോധ്യമുണ്ടോ ഈ 137 രൂപ ചലഞ്ചിൽ അവർക്ക് എത്ര കിട്ടി, എത്ര ചെലവായി, ഏതു വഴിക്ക് പണം പോയെന്ന്?
മനു, KPCCയുടെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. കെ സുധാകരൻ, അന്ന് KPCC പ്രസിഡന്റായിരുന്ന കണ്ണൂരിലെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സംഭാഷണത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഒരു കാര്യത്തിലും ഇവർക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ്. കെ സുധാകരന് വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ VD സതീശൻ ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് KPCC പ്രസിഡന്റോട് സംസാരിക്കുന്നത്. ഇതിന് ആധികാരികമായി ഓഡിയോക്ക് ആധികാരികമായ വിഷയം എന്നുള്ളത് 137 ചലഞ്ച്, നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിൽ അവരുടെ കോൺഗ്രസിൻ്റെ 137 ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു 137 രൂപ ചലഞ്ച് നടത്തിയിരുന്നു. അത് ഓരോ പ്രവർത്തകരും നേതാക്കളും KPCCയുടെ ഫണ്ടിലേക്ക് 137 രൂപ നൽകുക എന്നുള്ളതായിരുന്നു ആ ചലഞ്ചിൻ്റെ ഒരു ഉദ്ദേശം. അതുപ്രകാരം കോടിക്കണക്കിന് രൂപ KPCC പിരിച്ചെടുത്തു എന്നാണ് അന്നൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വളരെ അവ്യക്തത, എത്ര ഫണ്ട് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ കെ സുധാകരന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ VD സതീശൻ പറയുന്നുണ്ട്, കെ സുധാകരൻ ഒരു തുക പറഞ്ഞപ്പോൾ ആ തുകയും DCC പ്രസിഡന്റുമാർ, വിവിധ DCCകൾ 14 DCCകളും ഫണ്ട് സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. അവർ തനിക്ക് നൽകിയ കണക്കും തമ്മിൽ ഒത്തുപോകുന്നില്ലെന്ന് VD സതീശൻ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഫണ്ടുമായി ബന്ധപ്പെട്ട്, ഫണ്ടിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവരുടെ അണികളൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് വളരെ കൃത്യമായി ആധികാരികത നൽകുന്ന, ആ വിവാദങ്ങൾക്കും ആ പരാതികൾക്കുമൊക്കെ ആധികാരികത നൽകുന്ന ഓഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. സതീശനും സുധാകരനും തമ്മിൽ സംസാരിക്കുന്ന ഈ സംഭാഷണം. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 137 ചലഞ്ച് നടന്നു. അതിനുശേഷം ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധിയുടെ ജാഥയുമായി ബന്ധപ്പെട്ട്, യാത്രയുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ വലിയ തോതിലുള്ള അതിനും ഫണ്ട് പിരിവ് നടന്നിരുന്നില്ലേ കുട്ടൻ? അതിനും കണക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായും മനു. ഇതിനകത്ത് ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, കെ സുധാകരനും VD സതീശനും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു. അവരുടെ പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല, വിവിധ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും വലിയ തോതിൽ ഫണ്ട് ശേഖരിച്ചിരുന്നു. അതിൻ്റെ കണക്കുമില്ല. ആ കണക്ക് എവിടെയെന്ന് VD സതീശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെ സുധാകരൻ പറഞ്ഞ ആ കണക്കില്ല, നമുക്ക് അടുത്ത മീറ്റിംഗിൽ വെക്കാമെന്നുള്ളത്. പിന്നീട് അങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നതായോ ഈ കണക്ക് വെച്ചതായോ തന്നെ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടുമില്ല. അതോടൊപ്പം തന്നെ ഈ രണ്ട് ഫണ്ടിൻ്റെ കൂടെ തന്നെ 138 ജന്മദിനത്തോടനുബന്ധിച്ച് 138 ചലഞ്ച് നടത്തിയിരുന്നു. അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടും കൃത്യമായ കണക്കുകളില്ല. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ട് കുറവാണ്, ഫണ്ട് തീരെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് MM ഹസൻ, ഇപ്പോൾ താൽക്കാലിക പ്രസിഡന്റിന്റെ ചുമതലയുള്ള MM ഹസൻ ഉൾപ്പെടെ നേതാക്കൾ ബക്കറ്റുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ഈ പിരിച്ച കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അത് എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇനിയും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. ഞാൻ കുട്ടനിലേക്ക് വരാം.